ഹായ് സുഹൃത്തുക്കളെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പോത്തങ്കോട് മൊണാർക്ക് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. കതവ് തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. മ്യൂസിയം ആണോ എന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും പിന്നീട് മനസ്സിലായി ഭക്ഷണങ്ങൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന്. 5 മണിക്കാണ് ഫംഗ്ഷൻ വെച്ചിരുന്നത്. 5 മണിയായിട്ടും ആരും എത്തിയിട്ടില്ല. 30 പേർക്ക് മാത്രമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അതിനുള്ള ടേബിളും കസേരയും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചു നേരം ഇരുന്ന് ബോറടിച്ചപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ എണീച്ച് എൻ്റെ ഫോൺ എടുത്ത് അതൊക്കെ വീഡിയോ എടുത്ത് എല്ലാം നല്ല നീറ്റായിട്ട് അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നെയും കൂടെ കൂട്ടി നമ്മൾ 4 പേരുണ്ട് ഇവിടെ. ഇപ്പം ഇന്ന് നല്ല മഴയുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ആളും കുറവായിരിക്കുമെന്നാണ് തോന്നുന്നത്. എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആള് കുറവാണെങ്കിൽ ഭക്ഷണം എല്ലാം നമ്മൾ തന്നെ കഴിച്ച് തീർക്കേണ്ടി വരുമോ എന്തോ. ഇപ്പം 6:30 മണിയായി. പറഞ്ഞിരുന്ന ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് ഇതിൻ്റെ 2 സംഘാടകരും വളരെ വിഷമത്തിലാണ്. അവരെല്ലാവരെയും ഇരുന്ന് ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്. എന്തായാലും നടന്ന് ഞാൻ വെള്ളം വെച്ചേക്കുന്ന ഭാഗത്ത് എത്തി. വന്നു കയറിയപ്പോൾ ഒരു ജ്യൂസ് കുടിച്ച്, പിന്നെ നൈസിന് ഒരെണ്ണം കൂടെ അങ്ങ് കുടിച്ച്. ആൾക്കാരൊന്നും ഇതുവരെയായിട്ട് എത്താത്തതുകൊണ്ട് സ്റ്റാഫുകളും വളരെ വിഷമത്തിലാണ്. ഇവിടെ നിന്നാണെങ്കിൽ പാഴ്സലും തരൂല, അല്ലെങ്കിൽ പാഴ്സലെങ്കിലും മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകുമായിരുന്നു. പുറത്താണെങ്കിൽ മഴ തകർക്കണം. അപ്പോൾ ഈ പറഞ്ഞ ഏകദേശം എല്ലാവരും എത്തി. നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത്. ഇത് നമ്മുടെ റാംകോ കമ്പനിയുടെ ഒരു മീറ്റിംഗ് ആണ്. അവരുടെ സിമെൻറ്റിനെ കുറിച്ചും ടൈൽ ഗമ്മിനെ കുറിച്ചും എപ്പോക്സിയെ കുറിച്ചും അങ്ങനെ കുറച്ച് പുതിയ പ്രോഡക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കോൺട്രാക്ടർമാർക്ക് വിശദമായി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് അവർ വിളിച്ചത്. ഞാൻ ടൈൽസിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ടൈൽസിൻ്റെ ഗമ്മും സിമൻറ്റും എപ്പോക്സിയും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും എന്നെയും വിളിച്ചത്. പ്രോഗ്രാം കഴിയാറായപ്പോഴത്തേക്ക് ഹാള് നിറച്ചു ആളായി. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എനിക്കും കിട്ടിയ ഒരു ഗിഫ്റ്റ്. മൈജി എന്നാണ് ഈ ഗിഫ്റ്റ് വാങ്ങിയത്. അപ്പോൾ എന്തായാലും മോശമില്ലാത്തൊരു ഗിഫ്റ്റ് ആയിരിക്കും. എന്തായാലും സന്തോഷത്തോടെ തന്നെ ഞാനും അത് ഏറ്റുവാങ്ങി. ഇനി അടുത്ത കടമ്പയെന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ്. ആദ്യം ആളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം നല്ല തിരക്കായി. തന്നെ വെച്ചിട്ടുണ്ട് നമ്മളെ ഗുലാബ് ജാം, അതൊരു 5 എണ്ണം അങ്ങ് ചാമ്പി. പിന്നെ ചിക്കൻ ബിരിയാണി ചെറിയൊരു പിടി അങ്ങ് പിടിച്ച്. മോശം പറയരുതല്ലോ, അറാട് ടേസ്റ്റ്. പിന്നെ ഐസ്ക്രീം ഞാൻ കയറിയപ്പോഴേ നോട്ടമിട്ട് വെച്ചേക്കായിരുന്നു. അപ്പം നേരെ വീട്ടിലോട്ട്. ഇനി നമുക്ക് ആ ഗിഫ്റ്റ് എന്താണെന്നൊന്ന് പൊട്ടിച്ച് നോക്കാം. എന്തായാലും 10,000 രൂപയ്ക്ക് അകത്തുള്ള സാധനമാണെന്ന് മനസ്സിലായി. നമ്മൾ പല കമ്പനികളെ പ്രോഗ്രാമിനും ഇതുപോലെ പോകാറുണ്ട്. വല്ല വാട്ടർ ബോട്ടില്, ബാഗ, കൊടേ ഇതൊക്കെയാണ് സാധാരണ തരണത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും വിലയുള്ള ഒരു ഗിഫ്റ്റ് കിട്ടണത് ആദ്യമായിട്ടാണ്. അതെനിക്ക് വളരെ സന്തോഷമായി. ഇത് ബോട്ടിൻ്റെ വാച്ചാണ്. 200 രൂപ കൂടുതൽ വിലയുള്ള വാച്ച് ഇതുവരെയായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കൂടിപ്പോയ 500. നമ്മളെപ്പോലുള്ള ചെറിയ പണിക്കാർക്കൊക്കെ ഇതുപോലെ ഗിഫ്റ്റ് കിട്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റൂല. അപ്പം മറ്റുള്ള കമ്പനിക്കാർ ഇതുപോലെ മീറ്റിംഗൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് വാട്ടർ ബോട്ടിലും ബാഗും ഒക്കെ മാറ്റിയിട്ട് ഇതുപോലെ എന്തെങ്കിലും കാണത്തൊക്കെ ഗിഫ്റ്റ് തന്നാൽ നമുക്കും സന്തോഷമാവും, നിങ്ങൾക്കും സന്തോഷമാവും. പുതിയത് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഴയതിനെ കളയൊന്നുമില്ല കേട്ടാ. ഇനി എൻ്റെ കയ്യിൽ ഓടണത് അവൻ തന്നെ ആയിരിക്കും. ഇത് 2 വർഷം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് 200 രൂപയ്ക്ക്. ഇപ്പോഴും നിൽക്കാതെ ഓടുന്നുണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.